പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വായന തന്നെ ആട്ടോ എടുക്കുന്നത്. 8-ാമത്തെ അധ്യായം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം, അതിന്റെ 17-18 വാക്യങ്ങളാണ്. നല്ലൊരു സുന്ദരമായ ഒരു വചനമാണ്. ശരിക്കും നമ്മുടെ ഒരു ഫെയ്ത്ത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ? ഇപ്പോൾ ഈ ഒരു വചനം നല്ലതാണ്, ഒരു വലിയ കൃപ നൽകുന്ന ഒരു വചനമാണ്. ഏശയ്യാ 8:17-18 അവിടെ ഇങ്ങനെ പറയാം. ഒരു റിയാലിറ്റി ആദ്യം പറയുന്നുണ്ട്. ഇങ്ങനെ പറയാറ്, റിയാലിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈശോ ഇങ്ങനെ മൈൻഡ് പോലും ചെയ്യാത്ത സമയങ്ങളൊക്കെ ഇല്ലേ? ഈ കർത്താവെ ഒരു എന്തെങ്കിലുമൊക്കെ, എന്നാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു അടയാളമെങ്കിലും കാണിക്കുക കർത്താവ്, ഒരു വെട്ടെങ്കിലും കാണിക്കുക കർത്താവ് എന്നൊക്കെ നമ്മൾ പറയും. ചില സമയത്ത് വെട്ടമൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വചനമാണിത്. അതിന്റെ 17-ാമത്തെ വാക്യം, ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക, എന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്ന് വെച്ചാൽ ഈശോട് പറയണം, കർത്താവെ നീ എന്നെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, എനിക്ക് അടയാളം പോയിട്ട് ഒരു അട പോലും കാണിക്കണില്ല, എന്നാലും ഞാൻ കാത്തിരിക്കണം, വെയിറ്റിംഗ് ഫോർ യു. എന്നിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിൽ നിന്ന്, ഞാൻ ചോദിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ കർത്താവ് മുഖം മറച്ചിരിക്കുകയാണ്. കർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷേ ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. എന്നെ മൈൻഡ് ചെയ്യാത്ത കർത്താവിന് വേണ്ടി, മൈൻഡ് ചെയ്യുന്നില്ലാത്ത കർത്താവിന് വേണ്ടി തന്നെ ഞാൻ കാത്തിരിക്കും. ഇട്ടേച്ചൊന്നും പോകത്തില്ലെന്ന്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ പല സമയത്ത് എന്തോരോ കാര്യങ്ങൾ, എന്തോരോ കാലങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ചില സമയത്ത് ഇങ്ങനെ വലിപ്പിച്ച് നമ്മൾ കർത്താവിനോട് പറയും, കർത്താവെ ഇലാസ്റ്റിക് പോലെ വലിഞ്ഞെൻ്റെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, 2026 ഒരു മാസത്തിൻ്റെ പകുതി ആകാൻ തുടങ്ങുന്നു, എന്നെ സഹായിക്കും കർത്താവേ എന്നൊക്കെ പറയും. ചില സമയത്ത് ഇങ്ങനെ ഡിലേ ആയിരിക്കും, ഭയങ്കര ഡിലേ. പക്ഷേ ഈ ഏശയ്യാ പ്രവാചകനോട് ഒരു കാര്യം പറഞ്ഞു തരികയാണ്, ഞാൻ ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. എന്നെ എപ്പോഴും അനുഗ്രഹിക്കുന്ന, ഞാൻ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം ചെയ്തു തരുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നല്ല, ഞാൻ ചോദിച്ചിട്ടും എനിക്കിത് തരുന്നില്ല, ആ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്ക് ഇങ്ങനെ ഒരു ഹയർ ലെവൽ ഓഫ് ഫെയ്ത്ത് വേണം, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വിശ്വാസം. ഞാൻ ചോദിച്ചു കിട്ടിയില്ല, എന്നാൽ പിന്നെ എനിക്ക് കർത്താവിന് വേണ്ട. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വചനം കേട്ടോണ്ടിരിക്കുന്നു, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, എന്നാൽ പിന്നെ ഇത് ഇട്ടേച്ച് പോയേക്കാം, കർത്താവിൻ്റെ വചനത്തെ എനിക്ക് വേണ്ട. നോ, നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു നിന്ന്, ഈശോയെ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില സമയങ്ങൾ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഡിലേ ആക്കുന്നുണ്ടാവും ചില സമയത്തെ, ബട്ട് ഈസ് പ്രിപ്പയറിങ് ദി ബെസ്റ്റ് ഓൾവേസ്. അത് ചുമ്മാ ഇങ്ങനെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി പറയുന്നില്ല, ഏറ്റവും നല്ലത് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ വചനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 17-ാണ് നമ്മളിപ്പോൾ വായിച്ച 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു ഫെയ്ത്ത് ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്യാണ്. ഈ നാട്ടിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ കർത്താവ്, സിയോണിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ സാക്ഷ്യമായിട്ട് ഞാനും എൻ്റെ സന്തതികളും ഇവിടെ ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇതുവരെ കർത്താവ് എനിക്ക് ഉത്തരം തന്നിട്ടില്ല, പക്ഷേ ഉത്തരം തന്നിട്ടില്ലെങ്കിലും ഞാൻ കർത്താവിനോട് കാത്തിരിക്കുന്നതുകൊണ്ട് നാളെ ഞാൻ എന്തായി മാറും, എൻ്റെ കുടുംബം എന്തായി മാറും, എൻ്റെ മക്കൾ എന്തായി മാറും, കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കാണും എന്നൊരു അപാര ലെവലിലുള്ള ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു വചനഭാഗമാണത്. ഇത് വായിക്കണം കേട്ടോ. 8:17-18 ഏശയ്യാ പ്രവാചക പുസ്തകത്തിൽ. ഇതുവരെ കാത്തിരുന്നു, ഇതുവരെ പ്രാർത്ഥിച്ചു, ഉത്തരവൊന്നും കിട്ടിയില്ല, കർത്താവ് എന്താ വൈകുന്നതെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഈശോയെ എനിക്ക് എൻ്റെ വിശ്വാസം കുറഞ്ഞു പോവാണ്, എൻ്റെ വിശ്വാസം കൂട്ടാനെങ്കിലും എനിക്കൊരു അടയാളം താന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇതുവരെ കാത്തിരുന്നില്ലേ? ഇതൊരു ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്യും, ഇതൊരു വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കുക. ഞാൻ ഇതുവരെ കാത്തിരുന്നു, എൻ്റെ കർത്താവ് എന്നെ ഒരു അടയാളമാക്കും, എൻ്റെ കുടുംബത്തെ ഒരു സാക്ഷ്യമാക്കി മാറ്റും, കർത്താവ് ചെയ്ത ഉന്നതമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായി ഞാനും എൻ്റെ കുടുംബം ഇവിടെ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി. ചിലർ അടുത്തുണ്ടാകും, ചിലർ ദൂരദേശങ്ങളായിരിക്കും, ചിലർ വചനം കേൾക്കുന്നവരുണ്ടാവും, ചിലർ വചനത്തോട് താല്പര്യമില്ലാത്തവരുണ്ടാവും. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഏശയ്യാ 8:17-18 വചനത്തിൻ്റെ അഭിഷേകത്തിൽ കർത്താവെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൂട്ടായ്മയായിട്ടൊക്കെ ഇത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എല്ലാം ഇത് കൃപയായിട്ട് നിറയട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയം, ഈ രാത്രി അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.